ഇറാന്റെ തീരത്തേക്ക് അടുക്കുന്ന US കപ്പലിൽ രഹസ്യ സേനകളുണ്ടോ? ഇത് പലർക്കുമുള്ള ഒരു സംശയമാണ്. നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ഡെൽറ്റ ഫോഴ്സ്. അമേരിക്കയുടെ ഈ അത്യന്താധുനിക രഹസ്യസേന ട്രംപിന്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടോ? ഡെൽറ്റ ഫോഴ്സിന്റെ സ്ഥിര താവളങ്ങൾ എപ്പോഴും കരഭാഗത്താണ്. അവർക്ക് ആവശ്യമായത് വിശാലമായ പരിശീലന സൗകര്യങ്ങളും ഷൂട്ടിംഗ് ഹൗസുകൾ, കൃത്രിമ നഗരങ്ങൾ, എയർഫീൽഡുകൾ, നിരന്തരമായ പരിശീലന ചക്രങ്ങൾ എന്നിവയാണ്. കടലിലെ ഒരു കപ്പലിൽ അവിടെ ലഭിക്കുന്നത് പരിമിതമായ ഇടമായിരിക്കും, സ്ഥിരമായ കടൽ ചലനം ഉണ്ടാകും. ഇതൊന്നും ഇത്തരം പരിശീലനങ്ങൾക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വിമാനവാഹിനി കപ്പലിൽ മാസങ്ങളോളം ഡെൽറ്റ ഓപ്പറേറ്റർമാരെ പാർപ്പിക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. വിന്യാസ വേഗതയും അവിടെ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഒരു കാരിയർ സമുദ്രങ്ങളിൽ സ്ഥിരമായ സാന്നിധ്യം പുലർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണ്. എന്നാൽ അതിൻ്റെ വേഗത അടിയന്തര കരദൗത്യങ്ങൾക്ക് പരിമിതമാണ്. ഡെൽറ്റ ഫോഴ്സ് പോലുള്ള യൂണിറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിമാനമാർഗം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും എത്തിക്കാൻ സാധിക്കും. ആഴ്ചകളോളം കടലിൽ കാത്തു നിൽക്കുന്നതിനേക്കാൾ നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുന്നതാണ് അവരുടെ ദൗത്യ സ്വഭാവത്തിന് യോജിച്ച ശൈലി. ചിലവിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ഇതേ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു ഡെൽറ്റ ഓപ്പറേറ്ററെ പരിശീലിപ്പിക്കാൻ വലിയ തുക ചെലവഴിക്കുന്നു. അത്രയും ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവങ്ങളെ പ്രത്യേക ദൗത്യമില്ലാതെ ഒരു കപ്പലിൽ എപ്പോഴും സ്റ്റാൻഡ് ബൈ ആയി നിർത്തുന്നത് സൈനിക കാര്യക്ഷമതയ്ക്ക് വിരുദ്ധമാണ്. അതിനാൽ അവരെ കരയിലെ താവളങ്ങളിൽ സജ്ജരാക്കി ആവശ്യമായ നിമിഷത്തിൽ മാത്രമേ വിന്യസിക്കാറുള്ളൂ.